അതെ, സംഘികൾ തമ്മിൽ കൂട്ടത്തല്ല് എന്ന് പറഞ്ഞാൽ കൂട്ടത്തല്ല് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമൊക്കെ കിട്ടുന്നുണ്ട്. അത് എവിടെ നിങ്ങൾക്കറിയോ? നമ്മുടെ സൗത്ത് ഇന്ത്യയിലൊന്നുമല്ല കേട്ടോ, UP-യിൽ നമ്മുടെ യോഗിയുടെ, സുരേഷ് ഗോപിയുടെ UP-യിലാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. പച്ചത്തെറിയാണ്. യോഗിനെയും മോദിനെയും ഒക്കെ പച്ചത്തെറി വിളിച്ച് BJP ഗവൺമെന്റിനെ എന്ന് പറഞ്ഞാൽ പച്ചത്തെറി കൂടെ വിളിച്ച് നടക്കുന്ന സംഘികളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ UP-യിൽ കാണുന്നത്. വല്ലാത്തൊരവസ്ഥ അല്ലേ? ഏതായാലും കഥ പറഞ്ഞുതരാം. ഒരു കാര്യം പറയട്ടെ, ഇന്നലെ ഒരു വീഡിയോ ചെയ്ത ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ. എൻ്റെ തമ്പുരാനെ, പടച്ചോനെ, എൻ്റെ എന്താ പറയേണ്ട അറിയില്ല. എത്ര ആൾക്കാരാ ഇതിനെ സപ്പോർട്ട് ചെയ്ത് അറിയും, എത്ര ആൾക്കാരാ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയും, എത്ര ആൾക്കാരാ ലൈക്ക് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത്. വല്ലാത്തൊരു സന്തോഷം തോന്നിയത് കണ്ടപ്പം. ഞാൻ പറയുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്, പറയുമ്പോഴേ ചെയ്യാറുള്ളൂ കേട്ടോ, പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര ചെയ്യാറില്ല. അങ്ങനെ പറഞ്ഞതല്ല, ചെയ്യാറുണ്ട്. അപ്പം ഈ വീഡിയോക്കും അത് തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വെറുതെ ചെയ്തിട്ടോ, നിങ്ങൾ ബെൽ ബട്ടൺ ഒന്നും നിൽക്കണമെന്നില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഏതായാലും വീഡിയോയിലോട്ട് പോവാം. हत्या का मुद्दा उठाने पर भाजपा हमसे कागज मांग रही है। खैर, कागज तो हम लोग भेज ही दे रहे हैं। रात को 12 बजे कानून को आता है कि इसी समय रिसीव करिए। रात को 12 बजे कौन रिसीव करेगा? यही होगी जिसको आप लोग साधु संत कहते हो। हम तो हुमायूं का बेटा अकबर कहते हैं, हम तो औरंगजेब कहते हैं। ये नहीं है हिंदू कहने के लायक। നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ, നമ്മുടെ സ്വാമി അഭിമുക്തേശ്വരാനന്ദ സ്വാമി ശങ്കരാചാര്യരെ കുളിക്കാൻ സമ്മതിക്കാത്തൊരു പ്രശ്നത്തിനെ പറ്റിയിട്ടില്ലേ, അത് യോഗിയുടെ പോലീസ്. അതിന്റെ ബാക്കി തന്നെയാണ് അവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ ഒരു പ്രശ്നം നടന്നിട്ട് 3 ദിവസം മുമ്പാണ് നടന്നത്. അതിനുശേഷം അവിടെ നിന്നായിട്ട് കംപ്ലീറ്റ് ഇതിനെതിരെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചത്തെറിയാണ് യോഗിയുടെ പോലീസിനെയും അതല്ലെങ്കിൽ BJP-നെയും ഇമ്മടെ വിശ്വഗുരു ചക്കക്കുരുവിനടക്കം തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. ഏതായാലും വീഡിയോയിലോട്ട് പോകാം. फिर दिखा देते कि शंकराचार्य व्यवस्था फैला रहे थे, जिसके कारण भगदड़ मची। देखो वो भी मारे गए। योगी आदित्यनाथ को औरंगजेब कहते हैं, बाबर कहते हैं। ये बताया गया कि उसने हमारे पूजनीय मंदिरों को आकर के तोड़ दिया। जो हमारी पूजा की मूर्तियां थे उनको तोड़ दिया। कह रहे हैं कि आप शंकराचार्य नहीं हैं। बताओ, अगर हम आपको सौरभ शुक्ला ना माने? आप बिल्कुल मुस्कुरा रहे हैं, हंस रहे हैं, आपको तकलीफ नहीं है? अभी राहुल गांधी से कह दो कि जरा नाटक के लिए बोल दो, बोल ही नहीं पाएगा। കുറെ പതിറ്റാണ്ടുകളായിട്ട് ഈ ശങ്കരാചാര്യന്മാർ പല്ലക്കിൽ എഴുന്നള്ളി, അതുപോലെ തന്നെ ഗംഗാ സ്നാനം നടത്തുന്നത് കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കേട്ടോ. അത് ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ആചാരമാണ്. ഇത് തടയാൻ വേണ്ടിയിട്ട് പോലീസിനോ സർക്കാരിനോ അവകാശമില്ല എന്നാണ് ഈ ശങ്കരാചാര്യന്മാരും അല്ലെങ്കിൽ അവിടുത്തെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതിന്റെ സന്യാസിമാരും പറയുന്നത്. പക്ഷേ യോഗിയുടെ പോലീസ് എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം ഇവർ പ്രയാഗ്രാജിലോട്ട് വന്ന് ഗംഗയിലോട്ട് വന്ന് കുളിച്ചു കഴിഞ്ഞാൽ അവിടെ മൊത്തം പ്രശ്നങ്ങളാവും, ആകെ തിക്കും തിരക്കുമാവും, പ്രശ്നമാവും. അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. ആരാ യോഗി? കുംഭമേള പോലത്തെ ഒരു ഉംഭമേള നടത്തിയിട്ട് അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ തിക്കും തിരക്കും തീട്ടവും മൂത്രവും പാത്യതും ഒക്കെ ആ സെയിം സ്ഥലത്ത് ഒഴുക്കി വിട്ട് അതേ വെള്ളത്തിൽ ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ മുക്കി പുറത്തെടുത്ത് അതിൽ മുങ്ങണ സമയത്ത് അല്ലെങ്കിൽ തിരക്ക് കാരണം കുറെ എണ്ണത്തിന് മുക്കി കൊല്ലുകയും ചെയ്തു. അതൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ യോഗി BJP സർക്കാരാണ്. ഈ കുറച്ച് ആൾക്കാർ, ഈ ശങ്കരാചാര്യരുടെ കൂടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പുള്ളി ഈ പ്രയാഗ്രാജിന്റെ അവിടെ വന്നിട്ട് ഗംഗയിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് പിന്നെ ഈ ഹിന്ദുക്കൾ വെറുതെ നിൽക്കും, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വെറുതെ നിൽക്കൂല. അടിച്ചു. അവിടെ ആകെ പ്രശ്നമാവുന്ന കൂട്ടത്തിൽ ഈ കുറെ സന്യാസിമാരെ കൊണ്ട് മുടി പിടിച്ച് വലിച്ചഴച്ച് അടിച്ച് ഈ പോലീസ് ഒരുമാതിരി അതായത് BJP കാണിക്കുന്ന സംഘപരിവാണങ്ങളുടെ വാണപ്രവൃത്തി അവിടെ കണ്ട് കാണിച്ചു. അതിന് ഈ വെറുതെ എന്തുകൊണ്ട് സന്യാസിമാർക്കെതിരെ അല്ലെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിലെ ആൾക്കാരെ തീട്ടവെള്ളത്തിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ അന്നൊന്നുമില്ലാത്ത പ്രശ്നം എങ്ങനെ ഈ പറഞ്ഞ 5, 10, 100 ആൾക്കാർ വന്നാൽ അവിടെ പ്രശ്നമാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ലേ? എന്തിനാ ചെയ്തു എന്നുള്ളതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അവിടെയാണ് ഈ പോയിന്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതേ സംഭവം 2 ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിരുന്നു, അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിന്റെ ഹയർ വേർഷനിലോട്ട് അവിടെ BJP അല്ലെങ്കിൽ യോഗി സർക്കാരിനെതിരെ ഭയങ്കരമായിട്ട് ആൾക്കാർ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സ്നാനത്തിന് വന്നിട്ടുള്ള ശങ്കരാചാര്യർ, അതായത് ഈ അഭിമുക്തേശ്വരാനന്ദ സ്വാമി ശങ്കരാചാര്യര്, പുള്ളി ഈ പറഞ്ഞ മോദിയുടെ അല്ലെങ്കിൽ മോദീനെ വിശ്വഗുരുവാണെന്നും പറഞ്ഞ് പൊക്കി നടക്കുന്നത്, അതല്ലെങ്കിൽ യോഗി എന്ന് പറഞ്ഞാൽ വലിയ എന്തൊരു ഊക്കിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഊക്കണ പരിപാടികളൊന്നും പുള്ളിക്കില്ല. പുള്ളി മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും. പുള്ളി കഴിഞ്ഞ ദിവസം ബനാറസിലെ ഒരുപാട് ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അതായത് 10,500 കൊല്ലം മുമ്പ് പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അവിടുത്തെ ആ ഒരു മണികർണിക ഘറിലെ കംപ്ലീറ്റ് ക്ഷേത്രങ്ങൾ പൊളിച്ച് അവിടെ താജ് ഹോട്ടലുകളും അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവന്മാരുടെ സുഖലോലുപത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ കാണിക്കാൻ ഇത്തരത്തിലുള്ള പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യമായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ക്ഷേത്രങ്ങളും ലിംഗങ്ങളും
ശിവലിംഗങ്ങളും പൊളിച്ചു കളയരുത്. അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഔറംഗസീബ് അല്ല, നമ്മുടെ മോഡേൺ യുഗത്തിൽ ഔറംഗസീബ് മോദിയാണ്, മോദി സർക്കാരാണ്. കാരണം മോദി അവിടെ നിന്നാണ് ജയിച്ചു വന്ന MP ആയിട്ടുള്ളത്, പിന്നെയാണ് മന്ത്രിയൊക്കെ ആയിട്ടുള്ളത്. അപ്പം ഈ തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധുനിക ലോകത്തെ ഔറംഗസീബ് മോദിയാണെന്ന് പുള്ളി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞു പോയി. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞത്. പക്ഷെ പുള്ളി അതിന് മുമ്പ് പല വട്ടം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അയോധ്യ ക്ഷേത്രം വന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയല്ല, അതിന് തക്കതായിട്ടുള്ള എന്താ പറയുക ബ്രാഹ്മണ്യം അല്ലെങ്കിൽ ഈ എന്താ പറയുക കല്യാണമൊന്നും കഴിച്ചിട്ടില്ലാത്ത ഒരു നിത്യ ബ്രഹ്മചാരിയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. മോദി കല്യാണം കഴിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നിത്യ ബ്രഹ്മചാരി ഇല്ല എന്ന് അറിഞ്ഞെങ്കിലും നമ്മുടെ BJP-ക്കാർ അല്ലെങ്കിൽ നമ്മുടെ സംഘപരിവാണങ്ങൾ സമ്മതിച്ച് തരൂല. മോദീനെ ഒരു ചക്കക്കുരു ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അത് സമ്മതിച്ച് തരൂല. അവന്മാരുടെ ഇഷ്ടം, അവന്മാര് ഈ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ പ്രശ്നമേ അല്ല. അതുകൊണ്ട് പുള്ളി അന്ന് പറഞ്ഞിരുന്നു മോദി അല്ല അത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ട സന്യാസി വൈദ്യന്മാരാണ്. അത് മാത്രമല്ല പണി തീരുന്നതിന് മുമ്പ് ഒരു പ്രാണപ്രതിഷ്ഠ ചെയ്യരുത്. ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള പല വിമർശനങ്ങളും പുള്ളി ചെയ്തിരുന്നു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ദേശവിരുദ്ധനാണ്, ഹിന്ദു വിരുദ്ധനാണെന്നൊക്കെ ഈ പറഞ്ഞ BJP ചങ്കി ചാളക്ക കൂട്ടങ്ങൾ പറഞ്ഞ സമയത്തും അതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തത ഉണ്ട് എന്നും പുള്ളി പറഞ്ഞിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ഊപ്പിയിലെ ഓഗി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ, അയാളാണ് ഇപ്പം കിട്ടിയ ചാൻസിൽ ഒരു പണിയും കൊടുത്തത്. അതായത് നൂറ്റാണ്ടുകളായിട്ട് ഈ പറഞ്ഞ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഗംഗാ സ്നാനം ചെയ്യുന്ന സന്യാസിനെ ഒന്ന് പോയി, അതായത് സമ്മതിക്കില്ല, അടിച്ചോടിച്ച് അവിടുന്ന് സന്യാസിമാരെ ഇയാളെ ആ ഭാഗത്തോട്ട് അടുപ്പിക്കാണ്ട് അടിച്ചങ്ങോട്ട് ഓടിച്ച് ആര് UP പോലീസ്. അവിടെ ഈ പ്രത്യേകിച്ച് UP പോലത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് ആൾദൈവങ്ങൾ ഒരുമാതിരി ഉഷാന്താടിയും വെച്ചിട്ട് അല്ലെങ്കിൽ ശാന്താടി വടിച്ചിട്ട് ഈ കണ്ട ചെറ്റത്തരം മൊത്തം പറഞ്ഞ് നടക്കുന്ന ഹിന്ദുത്വം മാത്രം, ഞാൻ മുസ്ലിങ്ങളെ ഈ ലോകത്തെ വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾ ഇനി ബാബരി മസ്ജിദ് പോലെ സകല വള്ളിയും പൊളിച്ച് നടക്കും എന്ന് പറഞ്ഞ സകല ചങ്കി വാണ ചാണകങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ പൊക്കി നടക്കുന്ന, അവർക്ക് വേണ്ടി എല്ലാ എസ്കോർട്ടും അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന UP-യുടെ പോലീസ് ഇതേപോലത്തെ ഒരു സന്യാസി വൈദ്യനെ അവിടെ നിന്ന് അടിച്ചോടിച്ചു. അപ്പൊ യഥാർത്ഥ വിശ്വാസികൾ കുറെ പേരുണ്ട് അല്ലെ, ഈ ചങ്കി പരിവാണങ്ങളുടെ കാര്യമില്ല നമ്മൾ പറയുന്നത്, ഒരുപാട് യഥാർത്ഥ വിശ്വാസികൾ അവിടെ ഉണ്ട്. അവര് അല്ലെങ്കിൽ ഈ ശങ്കരാചാര്യരെ ഫോളോ ചെയ്യുന്ന, ഇവരുടെ സന്യാസ പ്രവർത്തനങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകൾ ഇതിനെ പുറത്തോട്ട് ഇറങ്ങി. അതിൽ സംഘികളും വരുന്നുണ്ട്, അതിൽ അല്ലാത്ത ഹിന്ദുക്കളും വരുന്നുണ്ട്. ഇവന്മാര് യോഗിനെയും യോഗിയുടെ പോലീസിനെയും സകല ആൾക്കാരെയും പച്ചത്തെറി വിളിച്ച് തെരുവിലിറങ്ങി. ഇതൊരു വലിയ സമരമായിട്ട് ഇപ്പം UP-യിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2025 ये छपा है, आप लोगों को मिला होगा किसी पत्रिका में, ये देखिए फोटो छापा गया है। हरिमुक्तेश्वरानंद सरस्वती स्वामिनः उत्तराम्नाय ज्योतिष्पीठे पट्टाभिषिक्तान् विदद्मः. അതാണ് കാണുന്നത്. തുടക്കത്തിൽ പല സന്യാസിമാരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 2 ദിവസത്തിനകത്ത് ഒരുപാട് മറ്റ് സന്യാസിമാരും ഇതിൻ്റെ ഇടത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട ഭരണാധികാരിയാണ്, അയാൾക്ക് വിവരവും ബോധവുമില്ല. അയാൾ ഈ പറഞ്ഞ മോദിയുടെ താങ്ങി നടക്കുന്ന ആസനം താങ്ങി നടക്കുന്ന BJP-യുടെ ആസനം താങ്ങി നടക്കുന്ന വെറും ഒരു അതാണ് എന്നാണ് ഈ പറഞ്ഞ പല ആളുകളും ഇപ്പം അവിടെ നിന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പോലീസിനെ ഉപയോഗിച്ചിട്ട് ഈ സന്യാസിമാരെ മൊത്തം മർദ്ദിക്കുക, ഇതൊക്കെയാണ് യോഗി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആധുനിക യുഗത്തിലെ ഔറംഗസീബാണ് യോഗി എന്ന് വീണ്ടും പുള്ളി യോഗിനെയും കൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സന്യാസിമാരെ അപമാനിക്കുന്ന ഒരാൾക്ക് ഹിന്ദു എന്ന് അവകാശപ്പെടാൻ പോലും അർഹതയില്ല എന്നാണ് നമ്മുടെ സ്വാമി അവിമുക്തേശ്വരാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ കുറച്ച് ഒരുപാട് ആക്രമണ പദ്ധതികൾ അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾ തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ഔറംഗസീബ് എന്ന് വിളിച്ച് സ്വാമി പറഞ്ഞതിന് അതിനെ സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ സകല ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അതേ ഔറംഗസീബ് യോഗി ഔറംഗസീബ് എന്നും വിളിച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാർ ഈ സമരത്തിലോട്ട് പങ്കെടുത്തിട്ടുള്ളത്. ഇനി 4 ശങ്കരാചാര്യർ അത് മറ്റ് മഠങ്ങളിലെ 4 മഠങ്ങളിലെ സന്യാസിമാരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാന 4 പീഠങ്ങളായിട്ടുള്ള ശങ്കരാചാര്യന്മാർ ഈ സംഭവത്തിന് യോഗി ആദിത്യനാഥിനോട് കടുത്ത അമർഷം അവർ പറഞ്ഞിട്ടുണ്ട്. ദ്വാരകയിലെ പുരിയിലെ ശങ്കരാചാര്യന്മാർ, അതുപോലെ തന്നെ ദ്വാരക ശാരദ പീഠത്തിലെ ശങ്കരാചാര്യർ സനാതന സരസ്വതിയും പുരിയിലെ ശങ്കരാചാര്യർ നിശ്ചലാനന്ദ സരസ്വതിയും യോഗി സർക്കാരിനെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. യോഗിക്ക് മാപ്പ് ഇല്ല, അല്ലെങ്കിൽ യോഗി നേരിട്ട് വന്ന് മാപ്പ് പറയണം എന്നാണ് ഈ ഒരു വിഷയത്തിൽ ഈ പറഞ്ഞ സന്യാസിമാർ പറഞ്ഞിട്ടുള്ളത്. അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളും ഇത് തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഈ പറഞ്ഞ യോഗിക്കും മോദിക്കും കിട്ടി എന്നാണ് സംഘികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അട്ടിപ്പേറിനേക്കാൾ വലുതായിട്ട് ഈ നാട്ടിൽ
ഒരു പാരമ്പര്യമുണ്ട്. അത് ഒരു പാരമ്പര്യം ഇല്ലാത്ത പാർട്ടി ഇത് RSS. ഈ RSSന്റെ ഉണ്ടായിട്ടുള്ള BJP, ഈ BJPയുടെ ഈ പറഞ്ഞ ഒരു പാരമ്പര്യം, ഒരു തേങ്ങയും മാങ്ങില്ലാത്ത ആൾക്കാർ ഭരിക്കുന്ന ഇന്ത്യയുടെ അവസ്ഥ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ പാരമ്പര്യമുള്ള സനാതനികളും അല്ലെങ്കിൽ സനാതന ധർമ്മം യഥാർത്ഥത്തിൽ കാത്തു സൂക്ഷിക്കുന്ന ഹിന്ദുക്കളും ഈ രാജ്യത്ത് ഒരുപാടുണ്ട്. അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുക തന്നെ ചെയ്യും. അവിടെ BJPയുടെയും RSSന്റെയും അവന്മാരുടെ കടുംപിടുത്തം അല്ലെങ്കിൽ അവന്മാരുടെ കോർപ്പറേറ്റീവ്സും അതല്ലെങ്കിൽ രാജ്യത്തെ പാവപ്പെട്ട സന്യാസിമാർ അടിച്ചൊതുക്കുക, ഹിന്ദുക്കളെ അടിച്ചൊതുക്കുക, ദളിതരെ അടിച്ചൊതുക്കുക, അതിനു പകരം ഈ വലിയ പണക്കാർക്ക് എന്തും അങ്ങോട്ട് നിന്ന് കൊടുക്കുക, എടുത്തത് അയച്ചിട്ട് കൊടുത്തുന്ന എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞ അവസ്ഥയെന്ന് ഈ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തിനെ മുട്ടുകുത്തുക്കുന്ന രീതിയിലോട്ട് സംഭവങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനെ പ്രതികരിക്കാൻ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾ ഈ രാജ്യത്തുണ്ട് എന്നാണ് ഈ പറഞ്ഞ പ്രവൃത്തികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.